ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. എന്നാൽ വിവാദങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. ഇത്രയൊക്കെ സഹായിച്ചതിന് നന്ദി എന്നായിരുന്നു മാധ്യമങ്ങളോട് സുരേഷ് ഗോപിയുടെ പരിഹാസ മറുപടി. കേന്ദ്രമന്ത്രിയെ പിന്തുണച്ച് BJP നേതാക്കളും രംഗത്തെത്തി. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉയർന്ന ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. നമുക്ക് കാണാം. ആരോപണങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് CPIM-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ വീട്ടുകാർ, കുടുംബക്കാർ, RSകാർ, BJPക്കാർ അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട്. നാളുകളിൽ വന്ന വാർത്ത രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി BJP നേതാക്കൾ രംഗത്തെത്തി. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ച CPM പ്രവർത്തകരുടെ നടപടിക്കെതിരെ BJP കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലും കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത 23-കാരിയുടെ വീട്ടിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി. 24 തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉടൻ കേസെടുക്കില്ല. പരാതിയിൽ നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. തൃശൂരിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് LDF-ഉം ക്രമക്കേട് തെളിയിക്കുമെന്ന് UDF-ഉം പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള TN പ്രതാപന്റെ പരാതി. ഇതിനാൽ പരാതിയിൽ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ടെന്നാണ് ADGP തലത്തിലെ വിലയിരുത്തൽ. തൃശൂരിൽ BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തതിന്റെ തെളിവ് പുറത്തു വന്നു. എന്നാൽ തൃശൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് V ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ക്രമക്കേട് തെളിയിക്കുമെന്നും LDF-ഉം UDF-ഉം. 10,000-കണക്കിന് വോട്ടുകൾ BJPയുടെ കേഡർമാരുടെ വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വ്യാജമായി വ്യാപകമായി ഓർഗനൈസ്ഡായി RSSന്റെയും BJPയുടെയും സംഘടനാ സംവിധാനങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷന്റെ പരിപൂർണമായ ഒത്താശയോടും കൂടി ഇലക്ഷൻ നിയമത്തിന്റെ റൂളുകളെയെല്ലാം കാറ്റിൽ പറത്തി ഈ നിയമങ്ങളെയെല്ലാം നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് വളരെ വ്യാപകമായി ഇപ്പോൾ 10,000-കണക്കിന് വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂരുള്ളവർ വോട്ട് ചെയ്തിട്ടല്ല അദ്ദേഹം ജയിച്ചത്. തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ്. ഈ മുഴുവൻ വോട്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ചേർത്താണ്. അത് ഞങ്ങൾ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് ഞങ്ങൾക്ക് BJPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആരോപണങ്ങൾ നാടകമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. അതേസമയം ഇന്നലെയുണ്ടായ CPIM BJP സംഘർഷത്തിൽ 70 പേർക്കെതിരെ കേസെടുത്തു. 24 തൃശൂർ. അതിനിടെ തദ്ദേശ വോട്ടർ പട്ടികയിലും ക്രമക്കേട് ആരോപണവുമായി UDF-ഉം BJP-യും. കോഴിക്കോട് കോർപ്പറേഷനിലെ മാറാട് ഡിവിഷനിൽ ഒരു കെട്ടിട നമ്പറിൽ 327 വോട്ടർമാരെ ചേർത്തു എന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. തിരുവനന്തപുരത്ത് ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉയർത്തി BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടന്നെന്ന ആരോപണമുയരുന്നത്. CPIM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിന്റെയും BJP-യുടേതും. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേടാണ് മുസ്ലിം ലീഗ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് നേതാക്കൾ. 327 വോട്ടുകളാണ് ഒരൊറ്റ ബിൽഡിംഗ് നമ്പറിൽ, റൂം നമ്പറിൽ ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരേ വോട്ടർ ID-യിൽ പല പേരുള്ളതായി കണ്ടെന്ന് BJP-യുടെ ആരോപണം. ക്രമക്കേട് സംബന്ധിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ
വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വാർഡ് വിഭജനത്തിന് ശേഷം വോട്ടർമാരുടെ എണ്ണം കൂടിയെന്ന ആരോപണം ഉയരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പ്രക്രിയ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തെന്ന തുറന്നു പറച്ചിലുമായി കൊല്ലത്തെ കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അസീമുദ്ദീൻ ഇക്കാര്യം തുറന്നു പറയുന്ന വീഡിയോ പുറത്തു വന്നു. വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിൽ പാർട്ടിയിലെ സീറ്റ് മോഹികളാണ് എന്നാണ് അസീമുദ്ദീന്റെ പ്രതികരണം. കള്ളവോട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഷാനവാസ് ഖാൻ ഒരു സാധനം ലഭിക്കാത്ത എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. കള്ളവോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസ് കൊല്ലം കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അസീമുദ്ദീൻ തുറന്നു സമ്മതിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നിലവിലെ KPCC എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ് ഖാൻ വോട്ട് മായ്ക്കാനുള്ള മഷി തന്നെന്നും അസീമുദ്ദീൻ പറയുന്നു. ഏതാണ്ട് മുൻ മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ 1-2 പേര് ചേർന്നുകൊണ്ട് CPMന്റെ വീട്ടിലുള്ള വോട്ടുകൾ ദൂരെ താമസിക്കുന്നവരെ പോയി കൊണ്ടുവന്ന് CPMന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യിപ്പിച്ചു. 13 വോട്ടിന് അന്ന് ജയിച്ചു. എന്നാൽ വീഡിയോ പ്രചരിപ്പിച്ചത് പാർട്ടിയിലെ സ്ഥാനമോഹികളെന്നായിരുന്നു അസീമുദ്ദീന്റെ പ്രതികരണം. CPIM വോട്ട് പോലും തങ്ങൾ മാറ്റി ചെയ്യിപ്പിച്ചെന്നും അതിന് CPIM ബൂത്ത് ഏജന്റ് സഹായിച്ചുവെന്നുമാണ് മറ്റൊരു വാദം. കള്ളവോട്ടെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് 2020 നമുക്കിതിന് 2005 അത്ര വലിയ ഇതൊന്നും ഉള്ളതല്ല. അവരാണ് കള്ളവോട്ട് ചെയ്തെന്നും പറഞ്ഞ് നമ്മളെ പേര് കോടതി കൊടുത്തത്. താങ്കൾ തന്നെയാണ് പറയുന്നത്. ഏതാണ് CPM ബൂത്ത് ഏജന്റുമായി സംസാരിച്ചു? എന്റെ സംസാരമല്ല, ഞാനതങ്ങനെ പറഞ്ഞിട്ടില്ല. 10 മാസം മുമ്പ് കൊല്ലം DCCയിൽ നടന്ന മിഷൻ 2025 പരിപാടിയിലായിരുന്നു അസീമുദ്ദീന്റെ തുറന്നു പറച്ചിൽ. 24 കൊല്ലം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പത്തനംതിട്ട നാരായണമൂഴിയിൽ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശമ്പള കുടിശ്ശിക അധ്യാപികയുടെ അക്കൗണ്ടിലെത്തി. 12 വർഷത്തെ ശമ്പള കുടിശ്ശിക ലഭിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കയറി മടുത്താണ് അധ്യാപികയുടെ ഭർത്താവ് ഷിജോ VT ആത്മഹത്യ ചെയ്തത് എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, ഒടുവിൽ ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നു. ആ ഒരു സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് കിട്ടാൻ അല്ലേ? അതെ വിജയകുമാർ, തിങ്കളാഴ്ചയാണ് അക്കൗണ്ടിൽ പകുതി തുക എത്തിയതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ബാക്കി തുക PF-ൽ ലയിപ്പിക്കാനാണ് നിലവിൽ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ അധികം വൈകാതെ പൂർത്തിയാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 12 വർഷത്തെ ശമ്പള കുടിശ്ശികയാണ് ഈ അധ്യാപികയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കാനുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട അധ്യാപികയ്ക്ക് ശമ്പളം പേപ്പറുകൾ നടപടിക്രമം പൂർത്തിയാക്കി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ട് 8 മാസം കഴിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ വൈകിയിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ്, ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാത്തതിൽ മനോവിഷമത്തിലാണ് ഭർത്താവ് ഷിജോ VT ആത്മഹത്യ ചെയ്തതുൾപ്പെടെ കുടുംബം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ആ ജീവൻ നഷ്ടപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ശമ്പള കുടിശ്ശിക അക്കൗണ്ടിൽ എത്തുമ്പോൾ അത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ വലിയ പരാജയത്തിന്റെ ഒരു സൂചന കൂടിയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി കടുത്ത നടപടികളിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. ഈ ശമ്പള കുടിശ്ശിക നൽകുന്നതിൽ വീഴ്ച വരുത്തിയ DE ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെ വിദ്യാഭ്യാസ മന്ത്രി സസ്പെൻഡ് ചെയ്തിരുന്നു. വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ പിരിച്ചുവിട്ടവർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും അന്ന് മന്ത്രി എന്തായാലും വ്യക്തമാക്കിയിരുന്നു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആ ശമ്പള കുടിശ്ശിക നൽകിയിരുന്നില്ല എന്നതടക്കം വളരെ ഗൗരവമുള്ള അങ്ങേറ്റം ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ആ പണം എത്തുന്നത്. ഇപ്പോൾ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ഗുരുതര ആരോപണവുമായി BJP. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്നാണ് ആരോപണം. വയനാട്ടിൽ കള്ളവോട്ട് നടന്നു എന്നും BJP നേതാവ് അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. BJPയുടെ ആരോപണങ്ങൾ വയനാട്ടിൽ വില പോകില്ല എന്നായിരുന്നു T. സിദ്ദിഖ് MLA പ്രതികരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കാണ് BJPയുടെ മറുപടി. 1983 സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. എന്നാൽ 1980 വോട്ടർ പട്ടികയിൽ പേരെങ്ങനെ വന്നുവെന്നും തെളിവുകൾ പുറത്തുവിട്ട് BJP IT സെൽ അധ്യക്ഷൻ അമിത് മാളവ്യ ചോദിച്ചു. വയനാട് മണ്ഡലത്തിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നായിരുന്നു BJP നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നു. 52 വോട്ടർമാർക്ക് ഒരേ മേൽവിലാസമാണെന്നും ആരോപണം. വയനാട് में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं, 17,450 फेक एड्रेस के साथ हैं,
4246 मिक्स्ड हाउस होल्ड है और 51,365 वोटर मास एडिशन में हुए। ബിജെപിയുടെ ആരോപണങ്ങൾ തള്ളി ടി സിദ്ദിഖ് MLA. എല്ലാ അഭ്യാസവും BJP നടത്തിയിട്ട് അതിനെ കവർ ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയും. ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ ആരോപണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വോട്ട് ക്രമക്കേടിൽ കോൺഗ്രസ് പ്രചാരണ വീഡിയോ പുറത്തിറക്കി. ओ भैया जी कहाँ जा रहे हो? वोट डालने. क्या नाम है? गरीबदास. गरीबदास तो ही का नाम है और ये वोट डाल चुका है. घर जाओ. पर बेटा വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ വോട്ടുകൾ ചെയ്തു മടങ്ങുന്നതാണ് വീഡിയോയിലുള്ളത്. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ വോട്ടർമാർക്കൊപ്പം ചായ സൽക്കാരം നടത്തി രാഹുൽ ഗാന്ധി. മരിച്ചവർക്കൊപ്പം ചായ കുടിക്കാൻ അവസരം തന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി എന്ന് രാഹുലിന്റെ പരിഹാസം. ബീഹാറിൽ നിന്നുള്ള 7 പേർക്കൊപ്പമായിരുന്നു രാഹുലിന്റെ ചായ സൽക്കാരം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചെന്ന് രേഖപ്പെടുത്തിയ 7 വോട്ടർമാർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി ഇന്ന് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. ജീവിതത്തിൽ രസമുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മരിച്ചവർക്കൊപ്പം ഇരുന്നൊരു ചായ സൽക്കാരം ഇതാദ്യമായാണെന്ന് രാഹുൽ ഗാന്ധി. वोटर लिस्ट चेक किया गया सर, पता चला कि नाम ही नहीं है इसमें। और फिर आपने चेक किया, नाम क्यों नहीं है? पता लगा कि भैया मर गए, मार दिया, मैं इलेक्शन कमीशन ने मार दिया जी। आपको क्या लगता है, आप जैसे कितने लोग हैं? सर एक पंचायत में मिनिमम सर 50 लोग. ഇങ്ങനെ ഒരു അനുഭവം തന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദിയെന്ന് സത്കാരത്തിന്റെ വീഡിയോ അടക്കം പങ്കുവച്ച രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ കുറിച്ചു. രാമിക്ബാൽ റേ, ഹരേന്ദർ റേ, ലാൽമുനി ദേവി, വാച്ചിയ ദേവി, ലാൽവതി ദേവി, പൂനം കുമാരി, മുന്ന കുമാർ എന്നീ 7 വോട്ടർമാരും തേജസ്വി യാദവിന്റെ മണ്ഡലമായ രാഘോപൂരിൽ നിന്നുള്ളവരാണ്. വോട്ടവകാശം തിരികെ ലഭിക്കുന്നതിനായി സുപ്രീം കോടതിയിൽ ഹാജരായതായും സംഘം രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. 24 ഡൽഹി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ വാദം ഇന്നും തുടർന്നു. തിരിച്ചറിയൽ രേഖകളുടെ എണ്ണം കൂടുന്നത് വോട്ടർ സൗഹൃദമല്ലേ എന്ന് കോടതി ചോദിച്ചു. കരട് പട്ടികയിൽ ഒരേ വീട്ടുവിലാസത്തിൽ 240 പേരുണ്ട് എന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. പൗരത്വം തീരുമാനിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നും ഹർജിക്കാർ വാദിച്ചു. ഹർജിക്കാരുടെ വാദം പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം നാളെ നടക്കും. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ നിയമസഹായം ഉറപ്പു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രതിയായ റമീസിന്റെ കുടുംബ പശ്ചാത്തലവും അന്വേഷണ വിധേയമാക്കണമെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. NIA അന്വേഷണം എന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഉച്ചയോടെ കുടുംബത്തെ സന്ദർശിച്ച കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കുടുംബത്തിന്റെ ആവശ്യം സർക്കാരിന് മുന്നിലെത്തിക്കും എന്നുറപ്പ് നൽകി. അവരായിട്ട് നീതി നടപ്പാക്കാൻ അവർ സഹായിക്കാന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ മറ്റേ സുരേഷ് ഗോപി സാറ് പറഞ്ഞ നാളെ DGPനെ കാണുന്നുണ്ട്, അന്നേരം പരാതി നേരിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഇത് എന്നെ അന്വേഷിച്ച് ഇതാവുമ്പോൾ അതിൻ്റെ എല്ലാ അവരുടെ മൊത്തം ഫാമിലിപരമായിട്ട് എല്ലാം കിട്ടും. വേറെ ആരെങ്കിലും ഇവർക്ക് എൻ്റെ പെങ്ങളായിട്ട് ഇതിനു മുമ്പ് ബന്ധം വേറെ ആർക്കെങ്കിലും ഇവർ വേറെ ഏതെങ്കിലും മതത്തിലുള്ള പെൺകുട്ടിയായിട്ട് ഇങ്ങനെ വീണ്ടും മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാലോ. പ്രതിയായ റമീസിന്റെ കുടുംബ പശ്ചാത്തലവും പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം ലവ് ജിഹാദ് എന്ന ആരോപണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തള്ളി. ജുഡീഷ്യറിയിൽ നിന്നാണ് ഇങ്ങനെയൊരു പേര് വരുന്നത്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഒരു പേര് ഒന്നുണ്ടായതാണ്. ഡിഫൈൻ ചെയ്യാത്തതോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച റമീസിന്റെ മാതാപിതാക്കളെയും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യും. നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആലോചന. പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സമയത്ത് റമീസിന്റെ വീട്ടിലുണ്ടായിരുന്നവരുടെ വിശദമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സിറോ മലബാർ കത്തോലിക്ക സഭയും ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളൊരു പ്രസ്താവനയാണ് കത്തോലിക്ക കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത്. അത് ആ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മയുടെ നിലപാടും അതുതന്നെയായിരുന്നു. നിലവിലുള്ള തെളിവുകൾക്ക് പുറമെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിഗണിച്ചായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. 24 തൊടുപുഴ.
തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരായ പരാമർശത്തിൽ ഉറച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവരെ അവസരവാദികളെന്ന് തന്നെ വിളിക്കുമെന്നാണ് പ്രതികരണം. തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ഒരു വിഭാഗത്തെ മാത്രമാണ് വിമർശിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിരൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപതയും കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നിട്ടും അവസരവാദി പരാമർശത്തിൽ നിന്ന് MV ഗോവിന്ദൻ പിന്നോട്ടില്ല. വിഷയത്തിൽ തലശ്ശേരി ബിഷപ്പിനോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് CPIM നേതൃത്വത്തിന്റെ നിലപാട്. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത്. അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ്, ഇന്നും ശരിയാണ്, നാളെയും ശരിയാണ്. വിമർശനം സഭാ നേതൃത്വത്തെ ആകെ ശത്രുവശത്ത് നിർത്തിക്കൊണ്ടെന്ന പ്രചാരണം CPIM തള്ളുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ സഭാ CPM പോരെന്ന നിലയിൽ വിവാദം തുടർന്നാൽ അത് ഗുണം ചെയ്യില്ലെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. അതിനാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് CPIMന്റെ നിലപാടേയല്ല. എന്നാൽ പംബ്ലാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത്. അത് അവസരവാദം നിലപാടായതുകൊണ്ടാണ്. MV ഗോവിന്ദനെ ഗോവിന്ദചാമിയുമായി താരതമ്യപ്പെടുത്തിയുള്ള പരാമർശത്തിൽ സഭയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് സഭാ നേതൃത്വത്തിന്റെയും തീരുമാനം. 24 കണ്ണൂർ. CMRL SFIO കേസിൽ BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന് തിരിച്ചടി. SFIO അന്വേഷണ റിപ്പോർട്ടിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. രേഖകൾ കൈമാറുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് CMRL ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. CMRL മാസപ്പടി കേസിൽ നിർണായകമായ 777 പേജുള്ള ഡയറി, 3400 എൻട്രികൾ തുടങ്ങിയ രേഖകളാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടത്. നേരത്തെ വിചാരണ കോടതി രേഖകൾ കൈമാറാൻ അനുവദിച്ചെങ്കിലും സാങ്കേതിക തടസ്സത്തെ തുടർന്ന് ലഭ്യമായില്ല. പിന്നാലെയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസിലെ രേഖകൾ കൈമാറണമെന്ന വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട CMRLും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. CMRLന്റെ വാദം പരിഗണിച്ചാണ് ഷോൺ ജോർജിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയത്. വിചാരണ കോടതിയോട് ഉത്തരവ് പുനഃപരിശോധിക്കാനും ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് VG അരുണിന്റേതാണ് ഉത്തരവ്. CMRL മാസപ്പടി കേസിൽ CBI ED അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. വിഭജന ഭീതി ദിനാചരണത്തിൽ വീണ്ടും ഉടക്കി സർക്കാരും ഗവർണറും. കോളേജുകളിൽ ദിനാചരണം നടത്തരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടു. നടത്തണമെന്ന് ഗവർണറെ അനുകൂലിക്കുന്ന VCമാരും സർക്കുലർ പുറപ്പെടുവിച്ചു. വിഭജന ഭീതി ദിനാചരണം നടത്തിയാൽ തടയുമെന്ന് SFIയും KSUവും അറിയിച്ചു. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഓർമ്മ സെമിനാറുകൾ, നാടകങ്ങൾ ഉൾപ്പെടെയായി കോളേജുകളിൽ സംഘടിപ്പിക്കണമെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ വൈസ് ചാൻസലർമാർക്ക് നൽകിയ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ കോളേജുകൾക്ക് സർക്കുലർ അയച്ചു. ഗവർണർ പറയുന്ന ദിനാചരണമെന്നും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടപ്പിലാവില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ ക്യാമ്പസുകൾ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് DCE മുഖാന്തരവും DTE മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും. ഗവർണർ നൽകിയ ഉത്തരവ് അതേ മട്ടിൽ പാലിക്കണമെന്ന് കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയതായി KTU വൈസ് ചാൻസലർ. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശം കൊടുത്തതനുസരിച്ചിട്ട് കോളേജുകളാണ്, അഫിലിയേറ്റഡ് കോളേജുകളാണ് തീരുമാനിക്കുന്നത്. SFIയും KSUയും ഭീതി ദിനാചരണത്തിനെതിരെ രംഗത്തെത്തി. സർവകലാശാലകളിൽ SFI ചാൻസലറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കേരള, കണ്ണൂർ VCമാരും കോളേജ് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേരുകൾ വെച്ച് നൽകാൻ സംസ്ഥാനത്തോടും ഗവർണറോടും കോടതിയുടെ നിർദ്ദേശം. പേരുകൾ നാളെ നൽകാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സ്ഥിരം VC നിയമനം വൈകുന്നതിൽ കോടതി ആശങ്ക അറിയിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ സർക്കാർ ഗവർണർ തർക്കത്തിന് സുപ്രീം കോടതിയിൽ സമവായം. VC നിയമനത്തിലെ പ്രധാന തർക്ക വിഷയമായ സെർച്ച് കമ്മിറ്റി രൂപീകരണം സുപ്രീം കോടതി ഏറ്റെടുത്തു. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി 4 പേരുകൾ വീതം നൽകാൻ സംസ്ഥാനത്തോടും ഗവർണറോടും കോടതി നിർദ്ദേശിച്ചു.
ഇരുവരും നൽകുന്ന പേരുകളിൽ നിന്നായിരിക്കും സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഒരംഗം UGC നോമിനിയായിരിക്കും. സുപ്രീം കോടതി രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ ചാൻസലർ സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകി. സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിച്ചാൽ തർക്കത്തിന് പരിഹാരമാകുമെന്ന് സംസ്ഥാനം കോടതിയിൽ അറിയിച്ചിരുന്നു. സർക്കാർ നിലപാട് ശരിയെന്ന് തെളിഞ്ഞതായി മന്ത്രിമാർ. താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി വിധിയിൽ ഞങ്ങൾ പറഞ്ഞ ഭാഗമാണ് ശരിയെന്ന് ഇന്ന് വ്യക്തമായി. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചില പ്രാഥമിക നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ വളരെ സുവ്യക്തമായ നിലയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോട് ആലോചിച്ചിട്ട് വേണം വൈസ് ചാൻസലർ നിയമനം പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. താൽക്കാലിക VC നിയമനത്തിനെതിരെയുള്ള കേരളത്തിന്റെ നിലപാട് നിയമപരമായി ശരിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. UGC ചട്ടം പാലിക്കാതെയാണ് ചാൻസലർ തീരുമാനമെടുത്തതെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. VC നിയമനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് ഇരു കൂട്ടരോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. R. അച്യുതൻ, 24, ഡൽഹി. അമേരിക്കയുടെ ചുങ്കപ്രഹരത്തിന് പിന്നാലെ റഷ്യയും ചൈനയുമായി ചർച്ചകൾക്കൊരുങ്ങുകയാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം 20-ന് റഷ്യയിലെത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും. അടുത്ത മാസം ന്യൂയോർക്കിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതി ചാടിപ്പോയി. വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി അസം സ്വദേശി പ്രസൻജിത്ത് ആണ് രക്ഷപ്പെട്ടത്. കൈവിലങ്ങോടെയാണ് പ്രതി ചാടിപ്പോയത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോയിട്ട് കുറച്ച് മണിക്കൂറുകളായി. എന്തെങ്കിലും വിവരമുണ്ടോ? അയാൾ എവിടേക്ക് പോയി? CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി കാണുമല്ലോ. എന്തെങ്കിലും സൂചനകളുണ്ടോ ഷഹദ്? വിജയകുമാർ, ഏകദേശം 3.5 മണിക്കൂർ പിന്നിടുന്നു ഈ പ്രതി ഇവിടെ സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയിട്ട്. ഈ സംഭവം ഇങ്ങനെയാണ്. ഇന്ന് വൈകിട്ട് 7:30 കൂടിയിട്ടാണ് ഈ പ്രതി ഇത്തരത്തിൽ സ്റ്റേഷനിൽ നിന്ന് കടന്നു കളഞ്ഞു എന്ന് പോലീസ് അറിയുന്നത്. അതിന് കാരണം ഇന്ന് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധ സമരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസുകാരും വിവിധ സംഘടനകളുടെ മാർച്ചുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലായിരുന്നു. ആ ഘട്ടത്തിലാണ് പ്രതി ഈ പോലീസ് സ്റ്റേഷന്റെ പുറകുവശത്തോടുകൂടി ചാടിപ്പോകുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപ് നമ്മൾ ഇവിടെ ഈ പ്രതി ചാടിപ്പോകുന്നത് കണ്ട ദൃക്സാക്ഷികളുടെ പ്രതികരണം നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൽ ആ യുവാക്കൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരെല്ലാവരും അവിടെ ഒരു വീട്ടിന്റെ മുൻവശത്ത് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ഓടിപ്പോകുന്നത് കണ്ടു എന്നുള്ളത്, ഒപ്പം തന്നെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു എന്നുള്ളതും. ആദ്യഘട്ടത്തിൽ ഇവർക്കിത് കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന ഇത്തരമൊരു സംഭവം അന്വേഷിക്കുമ്പോഴാണ് ഇതാണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയെ ഇന്ന് രാവിലെയാണ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് എത്തിച്ചത്. ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുകയായിരുന്നു. 9ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ഫറോക്ക് പോലീസ് ബാംഗ്ലൂരിലെത്തുകയും തുടർന്ന് അവിടെ നിന്ന് പിടികൂടി ഇന്ന് പുലർച്ചെ ഈ ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ. ശരി ഷഹദ്, എന്താണ് ആ ദൃക്സാക്ഷി? ഇയാൾ ചാടിപ്പോകുന്നത് കണ്ട ദൃക്സാക്ഷി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കാണാം. നമ്മളിവിടെ എല്ലാവരും ഇരിക്കുക. അപ്പോൾ ഒരു 7 ടൈമിൽ ഒരു തോടിനെ കണ്ട്. സാധാരണ എല്ലാവരും ഇത് കൂടി ഓടലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിട്ടാണ് ഓടുന്നത്. അവിടെ എത്തി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞറിയില്ല. അതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലീസുകാർ വന്നത്. ഉണ്ട് ഒരു ഹൈറ്റ് കുറഞ്ഞിട്ട് ഒരാൾ ഒരുത്തൻ. ഏത് ഭാഗത്തേക്ക് ഓടിപ്പോയത്? അങ്ങോട്ടേക്ക്. അതിലെ നമ്മളിവിടെ എല്ലാവരും ഇരിക്കുക. ഈ പ്രസൻജിത്ത് എന്ന ഈ പ്രതി കൈവിലങ്ങോടെയാണ് ചാടിപ്പോയത്. അത് 3.5 മണിക്കൂർ കഴിയുന്നു അയാൾ അവിടെ നിന്നും കടന്നിട്ട്. അയാളെപ്പറ്റി പുതിയ വിവരങ്ങളൊന്നുമില്ല എന്നാണ് പോലീസും അറിയിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് നിലപാട് അറിയിക്കാൻ അവസാന അവസരം നൽകി ഹൈക്കോടതി. സെപ്റ്റംബർ 10-നകം നിലപാട് അറിയിക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ തീരുമാനം വൈകുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ പ്രദേശവാസികൾ. ദുരന്ത നിവാരണ ചട്ടം ഭേദഗതി വരുത്തിയതിനാൽ വായ്പ എഴുതിത്തള്ളാനുള്ള അധികാരം തങ്ങൾക്കില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആദ്യ വാദം. പിന്നാലെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിനില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരമെന്നും ഹൈക്കോടതി ചോദിച്ചു.
കൃത്യമായ നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടിയായില്ല. ഈ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബർ 10-നുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി അവസാന അവസരം അനുവദിച്ചത്. കോടതിയുടെ ഇടപെടലിൽ ദുരന്തബാധിതർ പ്രതീക്ഷ പങ്കുവച്ചു. കോടതി പലതവണ ആയിട്ട് കോടതി വരെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ. എന്നിട്ടും കേന്ദ്രത്തിന് അത് കൊടുക്കാൻ പ്രയാസം എന്താണെന്ന് നമ്മളോട് ഒരു പ്രത്യേക വൈരാഗ്യമുള്ള പോലെയാണ് ഈ കേന്ദ്രത്തിൻ്റെ ഈ നിലപാട്. ഞങ്ങളോട് അനുഭവപൂർവ്വമായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് നീതി തരണമെന്നാണ് പറയാനുള്ളത്. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് കോടതിയുടെ നിലപാട്. മുൻപ് ഇതേ വിഷയം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. പക്ഷേ ഇതുവരെ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. 24 കൊച്ചി. ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 26 വരെയാണ് റിമാൻഡ്. സെബാസ്റ്റ്യന്റെ 2ാമത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. പ്രതി കുറ്റകൃത്യം ചെയ്തതിന്റെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റം കൂടി ചുമത്തി. 2 തവണയായി 14 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. ഇത് അവസാനിച്ചതോടെയാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി സെബാസ്റ്റ്യനെ റിമാൻഡ് ചെയ്തത്. ചോദ്യം ചെയ്യലിന് ഇനിയും സമയം വേണമെങ്കിലും തൽക്കാലത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. DNA പരിശോധനാ ഫലം വന്നതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. സെബാസ്റ്റ്യനെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി. കുറ്റകൃത്യം സംബന്ധിച്ച് അന്വേഷണ സംഘം വ്യക്തതയിലേക്ക് എത്തിയെന്നാണ് സൂചന. പ്രതി കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിലും മറ്റു തെളിവുകൾ സെബാസ്റ്റ്യനെതിരാണ്. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കാനും സാധിച്ചു. DNA ഫലവും ജൈനമ്മയുടെ മൊബൈൽ ഫോൺ എവിടെയെന്നതിനുള്ള ഉത്തരവും മാത്രമാണ് ഇനി ലഭിക്കേണ്ടത്. നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് കൂടി പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെ കൊലപാതകവും തെളിവ് നശിപ്പിക്കലും മാത്രമാണ് ചുമത്തിയിരുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും 2ഇടത്ത് റാഗിംഗ്. കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രം 10-ലധികം റാഗിംഗ് കേസുകളാണ് വിവിധ സ്കൂളുകളിലായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇന്നലെ മർദ്ദനമേറ്റത്. +1 വിദ്യാർത്ഥികളെ ബഹുമാനിച്ചില്ലെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അബ്ദുൾ ഹാദിയുടെ ഇടതുകണ്ണിന് ഗുരുതരമായി പരുക്കേറ്റു. സീനിയർ വിദ്യാർത്ഥികൾ സംഘടിച്ച് മർദ്ദിക്കുകയായിരുന്നെന്നും വെല്ലുവിളിച്ചെന്നും മുഹമ്മദ് അബ്ദുൾ ഹാദി. അവനെ ഞാനെന്തോ ബഹുമാനിക്കുന്നില്ല, അവർ ഞാൻ ഇതാക്കുന്നില്ല, 10ാം ക്ലാസ് അങ്ങനെ അവരങ്ങ് വില വെക്കുന്നില്ല അവർ പറഞ്ഞിട്ട് എന്നിട്ടാകുമ്പോൾ എല്ലാവരും കൂടി എന്നെ തച്ച് അതിലായിട്ട് എൻ്റെ ഒക്കെ ഉണ്ടായ കുറച്ച് പിള്ളോ തടുക്കാൻ നോക്കി, പറ്റുന്നില്ല. കുറേ ആൾ കൂടി തച്ച് അടിച്ചത് 5-8 ആൾക്കാരുണ്ടാവും. ചുറ്റിനും +1 തന്നെ ഉണ്ട്. മണ്ണാർക്കാട് വിയക്കുറിശി സ്വദേശി കരുവള്ളി മുഹമ്മദ് കൻസ് റഹ്മാനാണ് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. സ്കൂളിലെ റൊസാരിയൻസ് എന്ന ഗ്യാങ്ങിൽപ്പെട്ട 15ഓളം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. കൈക്കും മുഖത്തിനും പരുക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരു സംഭവങ്ങളിലും ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കാസർഗോഡ്. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗം സംബന്ധിച്ച ഉത്തരവിൽ ഭേദഗതി വരുത്തി ഹൈക്കോടതി. ദേശീയപാതയ്ക്ക് സമീപമുള്ളവ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണം. ആർക്ക് എപ്പോൾ വേണമെങ്കിലും പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ തടയാവൂ. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നേരത്തെ ഹൈക്കോടതി എതിർത്തിരുന്നു. ഒരു വിഭാഗം ഡീലർമാർ നൽകിയ ഹർജിയിലായിരുന്നു ഈ ഉത്തരവ്. ഈ ഇടക്കാല ഉത്തരവിലാണ് ഇപ്പോൾ കോടതി ഭേദഗതി വരുത്തിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാനാവില്ല. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ഹർജി എറണാകുളം സബ് കോടതി നിരാകരിച്ചു. പോരാട്ടം തുടരുമെന്നാണ് സാന്ദ്ര തോമസിന്റെ മറുപടി. ആരോപണങ്ങൾ തെറ്റെന്ന് തെളിഞ്ഞതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സജി നന്ദ്യാട്ട് രാജിവെച്ച നടപടി അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഐകകണ്ഠേന അംഗീകരിച്ചു. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടിക്കെതിരായ ഹർജിയാണ് കോടതി തള്ളിയത്. ഇതിനു പുറമെ വരണാധികാരിയുടെ നിയമനം ചോദ്യം ചെയ്തടക്കം 3 ഹർജികളും തള്ളി. ബൈലോ പ്രകാരം സാന്ദ്രയ്ക്ക് കൽപ്പിച്ച അയോഗ്യതന്മേലുള്ള ഹർജി രേഖകൾ പരിശോധിക്കാനുള്ള കാലതാമസം ചൂണ്ടിക്കാട്ടി വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെച്ചു.
നിയമോപദേശത്തിന് ശേഷം തുടർ നടപടികളെന്ന് സാന്ദ്ര തോമസ്. എല്ലാം കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും നീതി കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. സാന്ദ്ര ഉന്നയിച്ച വാദങ്ങൾ വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതായി നിർമ്മാതാക്കൾ. എന്തായാലും കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയല്ലെന്ന് കോടതി കണ്ടെത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ്. വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ അംഗത്വ രേഖകളുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച സജി നന്ദിയാട്ട് അനിൽ തോമസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അനിൽ തോമസ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് അത് ആബ്സല്യൂട്ട് അബ്സേർഡ് ആയിട്ടുള്ള ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത് സാൻഡ്ര തോമസെ പുറത്താക്കിയത് ഞാനാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊരു വ്യക്തി തീരുമാനിച്ച കാര്യങ്ങൾ ഇതാണ്. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ലേ പോകുന്നത്. ഈ മാസം 27-നാണ് ഫിലിം ചേംബർ തിരഞ്ഞെടുപ്പ്. നാളെ കൊച്ചി പുല്ലേപ്പടി ഓഫീസിലായിരിക്കും നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹി തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മിസ്സലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനിയായി KSFE. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ KSFEയുടെ നേട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ, KSFE ചെയർമാൻ K വരദരാജൻ, ബ്രാൻഡ് അംബാസിഡർ നടൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 9 വർഷത്തിനിടെ KSFEയുടെ വ്യാപാരം 3 ഇരട്ടി വർദ്ധിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. KSFEയുടെ പുതിയ പദ്ധതികളും ഓണക്കാലത്തെ സമ്മാന വിതരണ കൂപ്പണും ചടങ്ങിൽ അവതരിപ്പിച്ചു. ICC ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് മുന്നേറ്റം. പാക് താരം ബാബർ അസമിനെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ശുഭ്മാൻ ഗിൽ 1ാം സ്ഥാനം നിലനിർത്തിയപ്പോൾ വിരാട് കോഹ്ലി 4ഉം ശ്രേയസ് അയ്യർ 8ഉം സ്ഥാനങ്ങളിലുണ്ട്. 2020 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ തിലക് വർമ്മ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയാണ് 1ാം റാങ്കിൽ. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.